ചെയ്തതാണ്. അത് മാത്രമല്ല കണ്ണു കെട്ടി എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് നമ്മളിവിടെ മൊത്തം ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. സർപ്രൈസ് ആയി കാണാൻ വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ ഒരു രസം പോയില്ലേ, കാരണം ഇങ്ങനെ തുറക്കുന്ന സമയത്തല്ല രസം ഉണ്ടാവുക. അപ്പൊ ഒക്കെ ഇഷ്ടപ്പെട്ട രീതിയിലായിട്ട് നമ്മളിവിടെ ഫുൾ ഡെക്കറേറ്റ് ചെയ്തിരിക്കും. ഞാനൊന്നും കാണുന്നില്ല, കുറെ നേരം ഞാൻ ഇതേ നിപ്പ് നിൽക്കുകയാണ്. എനിക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? കാലിന് ഫുള്ള് ബലൂൺസ് ഇങ്ങനെ തടയുന്നുണ്ട്, ബാക്കി എനിക്കൊന്നും അറിയില്ല. ഇവർക്ക് ഇഷ്ടപ്പെട്ട കളർ തീമാണ്. അത് കൂടാതെ തന്നെ ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വരെ ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ്. ഇതിന്റെ ബാക്കിലും ഉണ്ട്. അത് ഞങ്ങൾ അവിടെയൊക്കെ നിന്നൊരു കാഴ്ച ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അത് എന്തൊക്കെയാ മനസ്സിലാവില്ല. കളർ ഏകദേശം ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്താന്നുള്ളത്. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങൾ ചിലപ്പോ മാറ്റി പിടിച്ചേക്കാം, ചിലപ്പോ മാറ്റിയല്ല. ഞങ്ങൾ ഇതൊക്കെ വെറുതെ പറഞ്ഞാണെങ്കിലോ ഡെക്കറേഷനേ ഉണ്ടാവില്ല. കഴിഞ്ഞ പ്രാവശ്യം ഡെക്കറേഷൻ ഉണ്ടാവില്ല എന്ന് പറയണേ. എനിക്ക് ബലൂൺസ് ഒക്കെ തടയുന്നുണ്ട്. അതായത് പറ്റിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇട്ടതാ. അപ്പൊ ഡെക്കറേഷൻ കാണിച്ചെടുക്കാം. എപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ഇവിടെ ഡെക്കറേഷൻ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഇവിടെ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ട് എത്ര നേരം പോസ്റ്റ് ആക്കി അവിടെ മുകളിൽ. എന്നിട്ട് ശ്രീനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി ഡെക്കറേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഇല്ലായിരുന്നല്ലോ. അപ്പൊ എന്തായാലും കാണിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 21 ഗിഫ്റ്റ് ഒക്കെ ഉണ്ടോ? ഞങ്ങൾ ഇപ്രാവശ്യം ഗിഫ്റ്റ് സെറ്റ് ആക്കില്ല. ഞങ്ങൾ ഫുള്ള് ഡെക്കറേഷന്റെ പിന്നാലെ മാത്രമായി പോയി. അതാ പറ്റിയത്. കുറച്ച് നേരത്തെ ഡെക്കറേഷൻ ഇല്ലാതല്ലേ പറഞ്ഞത്? അല്ല വേണല്ലോ. ഒരു കേക്ക് എന്തെങ്കിലും കട്ട് ചെയ്യണ്ടേ? ഓക്കെ, ഇങ്ങോട്ട് കുറച്ചും കൂടെ ഇങ്ങനെ നേരെ കണ്ടു നോക്കാം. 3, 2, 1 go. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? നല്ല രസമുണ്ട്. പർപ്പിളും പിങ്കും കൂടി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ കോമ്പിനേഷൻ ആണ് ക്യാൻഡി കളേഴ്സ്. പിന്നോട് മരിച്ചു വീഴും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻ ആണ്. അതിന്റെ കൂടെ ഗോൾഡനും കൂടെ വരുമ്പോ ശരിക്കും ഭയങ്കര ഈ ലൈറ്റ്സ് ശരിക്കും ശ്രീന്റെ കയ്യിലുണ്ട് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ഇത് വേറെ ഓർഡർ ചെയ്ത് വാങ്ങിച്ചത് ഒക്കെ ഒന്ന് മനസ്സിലാവാതിരിക്കുന്നത്. ഓർഡർ ചെയ്ത് അതിന്റെ ബില്ല് ഞങ്ങൾ അത് വരുമോ എന്നുള്ള ഡൗട്ടിൽ നിൽക്കായിരുന്നു. എനിക്കിപ്പോ കളർ കോമ്പോ മാറ്റേണ്ടി വരുമോ എന്നൊക്കെ വിചാരിച്ചിരിക്കുക. പക്ഷെ കറക്റ്റ് സമയത്ത് അത് വന്നു കേട്ടോ. നല്ല അടിപൊളി ബ്ലാക്ക് കളർ ഡ്രസ്സാണ്, നല്ല എലഗന്റ് ആയിട്ട്. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് നല്ല കളർഫുൾ ആയിട്ട് ബ്ലാക്ക് കളർ ഡ്രസ് ആയപ്പോ നല്ല ഭംഗിയായിട്ട് മൊത്തത്തിൽ കാണാൻ നല്ല രസമുണ്ട്. എസ്പെഷ്യലി ഈ നെറ്റിന്റെ സാധനം എല്ലാം കൂടെ ഇങ്ങനെ വരുമ്പോ ഭയങ്കര ഒരു വെറൈറ്റി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവിടെ ലൈറ്റ് ഓഫ് ആയി ഇത് കഴിഞ്ഞ് പോകുമ്പോ ഞാൻ ഈ ഓരോ പൂമ്പാറ്റനെയും പെറുക്കിക്കൊണ്ട് ഞങ്ങൾ ഇനിയിപ്പോ റൂമിൽ പോയി കഴിഞ്ഞാൽ പൂമ്പാറ്റകളായിരിക്കും അവിടെ നിറച്ചുള്ളത്. ഇത് സെയിം കളർ കോമ്പിനേഷനിലെ ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ട്. അതൊക്കെ ഭയങ്കര കഷ്ടപ്പെട്ട് സെറ്റ് ആക്കി എടുത്താണ്. പിന്നെ ബ്ലാക്ക് കേക്ക് ഞങ്ങൾ ഇതേ ഡ്രസ്സിന് കണക്കാക്കി വാങ്ങിച്ചതാണ്. പിന്നെ വാങ്ങിച്ചതാണെന്ന് പറയുന്നതിന്റെ മുന്നേ വേറൊരു കാര്യമുണ്ട്. ഇതിനെ പിന്നിൽ ഒരു കഥയുണ്ട് ഗൈസ്. അത് ഞാനിപ്പോ കാണിച്ചു തരാം. ഇത് നോക്ക് ഗൈസ്, ഇതായിരുന്നു ശരിക്കും ഞങ്ങൾ ശ്രീക്ക് വിചാരിച്ചിരുന്ന കേക്ക്. പക്ഷെ ഇതിന്റെ ലുക്ക് ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ. ഇത് കൊണ്ടുവന്നപ്പോ ആകെ നടു അങ്ങ് പൊട്ടിപ്പോയി. അപ്പൊ പിന്നെ ഞങ്ങള് വേറെ കേക്ക് വേറെ പോയി രീതിയിൽ പിന്നെ ഞങ്ങൾ പോയി തപ്പി പിടിച്ച് വാങ്ങിയതാട്ടോ. അതിന്റെ ഒറിജിനൽ രൂപ കാണിച്ചു തരാം. അതാണ് അതിന്റെ ഒറിജിനൽ രൂപ. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്ക് അത് മൊത്തം പൊട്ടിപ്പോയി. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള കേക്ക് ആയിരുന്നു. ഞങ്ങൾ ഓർഡർ ചെയ്തത് അങ്ങനെയായിരുന്നു. പക്ഷെ ഇവിടെ കൊണ്ടുവന്നപ്പോ പൊട്ടിയതാന്ന് തോന്നുന്നു. പിന്നെ ഇതിന്റെ മുകളിലെ പൂവ് അതും ഇതൊക്കെ എടുത്ത് ഞങ്ങൾ ഇതിന്റെ മുകളിൽ വെച്ച് സെറ്റായി. ബലൂണിന്റെ മുകളിൽ വെച്ചിട്ടുള്ള പൂമ്പാറ്റ എടുത്തിട്ട് ഇതിന്റെ മുകളിൽ വെച്ച് ഞങ്ങൾ സെയിം ആയിട്ടുള്ള എങ്ങനെയാ കിട്ടുന്നതെന്നുള്ള ഞാനും ആലോചിച്ചിട്ടോ. അപ്പൊ അവൻ കേക്ക് കട്ടെ, ഞാൻ ഈ കേക്ക് അവിടെ കൊണ്ടുപോയി വെക്കട്ടെ കേട്ടോ. അപ്പൊ കേക്ക് കട്ട് ചെയ്യലേക്ക് കിടക്കാം. അതായത് കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് ഗിഫ്റ്റ് ഒക്കെ കിട്ടാറ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അത് ഞങ്ങളിപ്പോ നിർത്തി വെച്ചു. കാര്യം ഓക്കിപ്പോ ഒന്നും ആഗ്രഹമില്ല. ഞങ്ങൾ ചോദിച്ചു ബർത്ത്ഡേക്ക് ഒക്കെ എന്താ വേണം, എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? അപ്പോൾ പറഞ്ഞ് എനിക്ക് ഇനിയിപ്പോ ആഗ്രഹങ്ങളൊന്നുമില്ല. അപ്പൊ പിന്നെ ആഗ്രഹമില്ല ഞങ്ങൾ എന്ത് വായിക്കാനല്ലേ. ആഗ്രഹമില്ലാതെ ഞങ്ങൾക്ക് ഒന്നും അറിയില്ലല്ലോ എന്ത് വേണമെന്നുള്ള അറിയാം. അത് കഴിഞ്ഞ് നമ്മുടെ ഷാമീനാക്കിയ പോലെ ഇന്നത്തെ അവൾ അങ്ങനെ പറയാൻ അതല്ല. പിന്നെ ഞങ്ങൾ വിചാരിച്ചു പിന്നെ ഒന്ന് സമയമൊക്കെ ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്രിപ്പ് പോവാം. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും കൂടി പോകുന്നത്. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പറഞ്ഞു വെച്ചിരുന്നു. പക്ഷെ ട്രിപ്പ് പോവാന് ബർത്ത്ഡേ ആയപ്പോ ശ്രീക്ക് കോൾഡ് ആയി. ഇപ്പോഴും വയ്യ നോക്കാം. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ട്രിപ്പ് മാറ്റി വെച്ചു. എന്തായാലും കേക്ക് മുറിച്ച് അത് കഴിക്കാന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. നമ്മളിപ്പോ ഡെക്കറേഷൻ ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, ഡെക്കറേഷനിൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തോണ്ട് ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ചിട്ടില്ല. ഈ ആഗ്രഹവും പറഞ്ഞില്ല. എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത് വാങ്ങിക്കായിരുന്നു. വലിയ പെട്ടെന്ന് ആലോചിച്ചൊന്നും കിട്ടിയില്ല. അപ്പൊ ഞാനൊന്നും ഇല്ല, പ്രതീക്ഷയൊന്നും ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. എനിക്കറിയാം ഇങ്ങനെ ഇവര് രണ്ടുപേരും പറയുന്ന എന്തെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടാവും. കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും ചെറുത് ചെറുത് വന്നേ. ഇനി എന്തായാലും വലുത് ചെറുത് വന്നോളൂ. കേക്ക് കട്ട് ചെയ്യാം. ഓക്കെ, കട്ട് ചെയ്തോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ ശ്രീ, ഹാപ്പി ബർത്ത്ഡേ.
അടിപൊളി ചോക്ലേറ്റ് കേക്ക്. രണ്ടാമത് പോയി വാങ്ങിച്ചാണെങ്കിലും ഇപ്പോഴാണ് കറക്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടിയത് അല്ലേ? മാച്ച് ആയിട്ടുള്ള സാധനം കിട്ടി. പക്ഷെ ഇത് നല്ല സിമ്പിൾ ഡെക്കറേഷൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ കേക്കും. അത് നമ്മൾ തന്നെ ചെയ്ത കസ്റ്റമൈസ് ചെയ്ത സാധനമാണ്. ഇടയ്ക്ക് കേക്ക് ഡെക്കറേഷൻസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാമല്ലോ. ഇവരിത്തവണ വെറൈറ്റി ആയിട്ട് അറേഞ്ച് ചെയ്തത് ഈ ഒരു ഡെസേർട്ട് ടേബിളിന്റെ മുകളിലുള്ളതാണ് ഇതൊക്കെ കേട്ടോ. ഞാനൊന്ന് ട്രൈ ചെയ്യാം. ഇതുവരെ ഒരു ബർത്ത്ഡേക്ക് ഇതൊന്നും വെച്ചില്ല. സ്പെഷ്യൽ ആണ്. സ്പെഷ്യൽ ആയിട്ട് വെച്ചതാ. അങ്ങനെയുണ്ട് കഴിച്ചില്ല. നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞു ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുക്കണ്ടേ. കുഞ്ഞു ഗിഫ്റ്റ് ആണെങ്കിൽ നമ്മൾ കണ്ടെടുക്കണല്ലോ. അപ്പൊ നമുക്ക് തെന്നി മാറിപ്പോയി. എന്തോ എങ്ങനെ ഇന്റെ ബർത്ത്ഡേ ഫുള്ള് കണ്ടു കെട്ടിക്കണം. വൈകുന്നേരം വരെ കണ്ടു. അത് 5-10 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ കണ്ടു തുറന്നിട്ടില്ല. ഞാൻ ഇപ്പോഴേ പറഞ്ഞു എന്റെ ബർത്ത്ഡേ കണ്ടു കെട്ടരുത്. അതൊന്നും പറയാൻ പറ്റില്ല. ബാക്കിയുള്ളവർ നമുക്ക് ചെയ്യുമ്പോൾ നല്ല രസമാണ് കേസ്. പക്ഷെ നമ്മളെന്നെ നിൽക്കുമ്പോൾ കുറച്ച് പ്രയാസമാണ്. അതാണ് അത് മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് അങ്ങോട്ടേ കൊണ്ടുപോകാം. ചെറിയ ഗിഫ്റ്റാണ് കേട്ടോ, വലുതായിട്ടൊന്നുമില്ല. എന്നാലും നമ്മള് കണ്ണൊക്കെ കെട്ടി അതല്ല അതിന്റെ ഒരു രസം. പക്ഷെ നമുക്ക് ശ്രീനവിടെ ഇരുത്താം. ഇവിടെ ചേർന്ന് ഈ കണ്ണ് ഇപ്പൊ ഊരാനായിട്ടില്ല. ഞങ്ങൾക്ക് ഒരു ചെറിയ പരിപാടിയും കൂടെ ഉണ്ട്. പരിപാടി കൂടെ ഉണ്ട്. അതുവരെ നീ ഇങ്ങനെ ഇരിക്കാം. നോക്കാൻ പാടില്ല കേട്ടോ. ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് സെറ്റ് ആകാം. അപ്പോൾ ഇതാണ് നമ്മൾ ശ്രീക്ക് കൊടുക്കാൻ പോകുന്ന മെയിൻ ആയിട്ടുള്ള ഗിഫ്റ്റ്. ഇതിൻ്റെ ഉള്ളിൽ അവള് കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്ന അവള് വലിയൊരു സ്വപ്നങ്ങളിൽ ഒന്നാട്ടോ ഇതിലുള്ളത്. അത് മാത്രമല്ല ഇതിന്റെ കൂടെ തന്നെ അവൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല നുറുങ്ങ് സാധനങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒങ്ങൾക്കറിയാലോ ഒക്കെ ഇങ്ങനത്തെ സാധനങ്ങളാണോ, ഒക്കെ ഏതൊക്കെ കളേഴ്സിലുള്ള സാധനങ്ങളാണോ ഇഷ്ടം എന്നുള്ളത്. അതൊക്കെ നമ്മൾ ഒരുപാട് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് ടേബിളിൽ പോയിട്ട് അറേഞ്ച് ചെയ്തിട്ട് അവള് കണ്ണൂരിയിട്ട് എങ്ങനെയാ റിയാക്ഷൻ എന്ന് കാണാം. നോക്കരുതേ, ആ കൈ ടേബിളിൽ പോകുന്ന എടുത്ത് ഒന്നും നോക്കാൻ പാടില്ല. തൊട്ടൊന്നും നോക്കാൻ പറ്റില്ല. ടേബിൾ മേലെ കൈ വെക്കരുത് കേട്ടോ. കണ്ടുകൊടുക്കാലോ ശ്രീ? കണ്ടുകൊടുക്കാം. 3, 2, 1 go. ഇത് നോക്ക്. ഞങ്ങളെല്ലാം കൂടെ തിരിച്ചു. ആദ്യം ഇതിൽ ഏറ്റവും ആദ്യം അവള് കണ്ടുപിടിച്ച അതാട്ടോ. ഇത് മൊത്തം ഓക്കുള്ള ഇഷ്ടമുള്ള ടൈപ്പ് സാധനങ്ങളായിട്ടോ നമ്മൾ സെലക്ട് ചെയ്ത് വാങ്ങിയത്. ഇതിലാണെങ്കിൽ ഇഷ്ടപ്പെടാത്തതായിട്ട് ഓരോ ദിവസം കൂടുതലും ഓളെ റൂമിൽ എന്തൊക്കെ വെക്കാന്ന് ആലോചിച്ചോണ്ടിരിക്കും. അവിടെ സ്ഥലമില്ല, പക്ഷെ ഓരോന്നായിട്ട് മാറ്റി ഓരോ രീതിയിലാണ്. ഇതിന്റെ ഉള്ളിൽ ചെറിയ പാവക്കുട്ടി അതിനുള്ളിൽ നല്ല ഡിസ്കോ ലൈറ്റ് ഒക്കെ കത്തുന്നില്ലേ? നല്ല ക്യൂട്ട് ആയിട്ടില്ലേ? നല്ല ചെറിയൊരു സ്കൂട്ടർ, നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടിട്ട്. പിന്നെ അവളെ ടേബിളിലേക്ക് വെക്കാൻ ഞങ്ങൾ 2 കുഞ്ഞി പ്ലാന്റ്സ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ഒറിജിനൽ ആട്ടോ. ഇടയ്ക്ക് വെള്ളം ചെറുത് ക്യൂട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ മോതിരാണോന്നാണോ? അതല്ല, ഇതിന് കുഞ്ഞു ലൈറ്റ് കണ്ടോ? ഇത് അങ്ങനെ ക്യാമറയിൽ കാണാൻ അറിയില്ല. കയ്യിൽ ഇങ്ങനെ വെച്ചാ അതാ പല കളേഴ്സ് ആയിട്ട് കത്തിക്കൊണ്ടിരിക്കും. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആമസോണിൽ സെർച്ച് ചെയ്ത് നോക്കും ഓരോ മെർച്ച് BTS അതിലുള്ളതാട്ടോ. BTS ഭയങ്കര ഫാൻ ആട്ടോ. പിന്നെ നമ്മളിതാ BTSലുള്ള എല്ലാരും ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ജങ്കുക്ക് ഉണ്ട്, ഷൂഗ ഉണ്ട്, പിന്നെ RM ഉണ്ട്, അങ്ങനെ എല്ലാരും ഉണ്ട് കേട്ടോ. എല്ലാരും ഉണ്ട്. ഡൈനമൈറ്റിന്റെ ആട്ടോ. ഡൈനമൈറ്റിന്റെ ഡ്രസ്സുകളാണ് അവരെല്ലാരും ഇട്ടത്. ഇത് ഞാൻ ശരിക്കും മേടിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു ഗൈസ്. ഞാൻ എവിടെ അറേഞ്ച് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇത് കറക്റ്റ് പക്ഷെ അവളെ ടേബിളിലേക്ക് മാച്ച് ആയിരിക്കും. ആ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഇൻസ്പിറേഷൻ ആയിരിക്കും. പിന്നെ ഇത് ഓള് വാങ്ങിക്കണം എന്ന് ഞങ്ങളടുത്ത് പറഞ്ഞ ഒരു സാധനമായിരുന്നു കേട്ടോ. ഞാനും വാങ്ങിക്കണം എന്ന് വിചാരിച്ചു. ഇതിന് വലുതേന് വിചാരിച്ചു, ചെറുതാട്ടോ കിട്ടിയത്. പിന്നെ ഇത് ഏഫിൽ ടവർ ഉണ്ട്. ഇതും കൂടി വെച്ചാൽ നല്ല രസമുണ്ട്. ഇത് ഒരു സൈഡിലുള്ള റൂമിൽ ഒരു കോർണർ സ്റ്റാൻഡ് വേണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിലേക്ക് കറക്റ്റ് മാച്ച് ആയിട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചു. കോർണർ സ്റ്റാൻഡ് എന്തായാലും വേണ്ടി വരും ഗൈസ്. ഇനി പിന്നെ അതേപോലെ ക്രാഫ്റ്റ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ അവൾക്ക് വേണ്ടി ഒരു സ്ക്രാപ്പ് ബുക്കിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതും നമ്മൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ. ഇത് കണ്ടോ, ഇത് മേഘ ഉണ്ട്, പിന്നെ ഡോണറ്റ്സ് ഉണ്ട്, മീന്, അങ്ങനത്തെ ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഫെദർ വാങ്ങിയിട്ടുണ്ട്. ഞങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും ഓരോന്ന്. ഇതെന്താ അറിയോ ശ്രീ? എനിക്ക് ഇതെന്താ അറിയോ? ചുമരിൽ വെക്കുന്ന
ഈ ഫോട്ടോസ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വെക്കാൻ പറ്റും. അങ്ങനത്തെ സാധനം 2 പൂമ്പാറ്റകളാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇതിന്റെ സ്ക്വയർ മേടിക്കണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ ഞങ്ങൾ പൂമ്പാറ്റല്ലോ. നല്ല എനിക്ക് ഇഷ്ടമായി. ആ പിങ്ക് കളർ എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമായി. ഈ സൈക്കിൾ നോക്കുക, ഞാൻ കുറെ നോക്കിയിരുന്നു കേട്ടോ. ഇതിന്റെ ബ്ലാക്ക് ഷാമീൻ എടുത്തിട്ടുണ്ട്. ഇതിന്റെ കളർ കോമ്പിനേഷൻ നോക്ക്, പിങ്കും പർപ്പിളും ആണ്. കുഞ്ഞു വൈറ്റ് വെച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ. നല്ല രസമുണ്ട്, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ 2 ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് BTSന്റെ ബുക്കാണ്, പിന്നെ അത് സ്ക്രാപ്പ് ബുക്ക് ആണ് കേട്ടോ. സ്ക്രാപ്പ് ബുക്ക് ചെയ്യാൻ വേണ്ടിട്ട് 3 ബുക്ക്. ഇത് നമ്മള് മറ്റേ സ്ക്രാപ്പ് ബുക്കിന് മേടിച്ച പോലത്തെ വേറെ ബുക്ക്. അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെടുന്ന ക്യൂട്ട് ഗിഫ്റ്റുകളൊക്കെ അവള് കണ്ടു കഴിഞ്ഞോക്കെ അതൊക്കെ ഇഷ്ടമായി. ഇതിലെന്താ നമുക്ക് ഐഡിയയില്ല. ഈ പെട്ടി കണ്ടിട്ട് ചിലപ്പോ ചെറിയ സാധനമായിരിക്കും ഞങ്ങൾ ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടാവും. നമ്മൾ ചാലഞ്ചറൊക്കെ അങ്ങനെയല്ല ചെയ്യല്, വലിയ പെട്ടി അതിനുള്ളിൽ കുഞ്ഞു മുട്ടായി അങ്ങനെയൊക്കെ അല്ലേ. ചിലപ്പോ തുറന്നു കഴിഞ്ഞാൽ കുഞ്ഞു മുട്ടായി ഒക്കെ ആയിരിക്കും. ഓപ്പൺ ചെയ്യാം, ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. ഇത്രയും വലിയ പെട്ടി ഇവിടെ സൈഡിൽ ഉണ്ടായിരുന്നു. അത് നമുക്ക് അവിടുന്ന് ഓപ്പൺ ചെയ്യാം, അതല്ലേ രസം. നല്ല വെയിറ്റ് ഉണ്ട്, എന്തോ വലിയ സാധനമാണ്. അതുകൊണ്ടാണ് ശ്രീനെ തന്നെ പിടിപ്പിച്ചത് കേട്ടോ. ഓള് കുറച്ച് പണി എടുക്കട്ടെ. കുറച്ചുകൂടെ കുറെ പൊതിയായിരുന്നില്ല അഞ്ചി. കുറച്ച് നല്ല കൺഫ്യൂഷൻ അടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മാറി വിളിക്കുമോ. അത് ഞാൻ പെട്ടി മാത്രം വെച്ചതാട്ടോ. പെട്ടിക്കുള്ളിൽ പെട്ടി ഇതല്ല. ശ്രീ സൈലന്റ് ആയി. ശ്രീനെ ഒന്നും മിണ്ടാൻ പോണില്ല. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അഞ്ചി അവിടെ നോക്കിക്കോ. അയ്യോ, ശ്രീ കൊറേ കാലായിട്ട് ആഗ്രഹിച്ച ഓളൊരു സ്വപ്നായിരുന്നു കേട്ടോ ഈ കീബോർഡ് എന്നുള്ളത്. നമുക്ക് കുറച്ചൊക്കെ അറിയാം, കുറച്ച് പഠിച്ചെന്ന് പറഞ്ഞാൽ ഈ ഫോണിലില്ലേ നമുക്ക് ഈ കീബോർഡിലെ അതിലല്ലേ അതില് പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഗിറ്റാർ കീബോർഡൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. നമുക്ക് ഒഴിവാക്കാം, ഇവിടെ വെക്കാം. ശ്രീ നമുക്കൊരു പാട്ട് കേൾപ്പിച്ചേരണേ. എനിക്ക് അറിഞ്ഞൂടെ വായിക്കാൻ വേണ്ടിട്ട് ഞാനത് കിട്ടിയ വണ്ടർലാണ്. ഇതെങ്ങനെയാ പ്രവർത്തിപ്പിക്കാൻ. അപ്പൊ നമുക്ക് റൂമിൽ വെക്കാൻ വേണ്ടിട്ട് കീബോർഡ് നമ്മൾ സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന് ഇതിന്റേതായ രീതികളുണ്ട്, അതിനനുസരിച്ച് സെറ്റ് ആകണം. അപ്പൊ ഇത് സെറ്റ് ആക്കി തരാം. ഇത് നമുക്ക് എവിടെയോ കുത്തുക. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഹൈറ്റ് ഇതുവരെ ഫോണിൽ അവള് പഠിച്ച കുറച്ച് എന്തായാലും ഇവിടെ കേൾപ്പിച്ചേരണേ. അത് ഞാനിത് പണ്ടില്ലേ, ഞാൻ സ്കൂളിൽ ഗാനമേള ടീമിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ടൈം കിട്ടുമ്പോ ആ കാണാതെ ചിലപ്പോ ഒന്ന് പോയിട്ട് ഞെക്കിയോ. അങ്ങനെ ചില ചാൻസസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു ഇത് വാങ്ങണം എന്നുള്ളത്. ഇതും പിന്നെ ഗിറ്റാർ, അങ്ങനെയൊക്കെ എന്റെ റൂമിൽ എനിക്ക് ഇഷ്ടമുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള കാര്യമായിരുന്നു കേട്ടോ. അപ്പൊ ശ്രീ നമുക്ക് വേണ്ടിട്ട് അവൾ ഇതുവരെ പഠിച്ച ഒരു സംഭവം നമുക്ക് വായിച്ചു തരും കേട്ടോ. പ്രാക്ടീസ് ചെയ്തോട്ടെ, എന്നിട്ട് നമുക്ക് എടുക്കാം. നല്ല ഐശ്വര്യമായിട്ട് ഓണാക്കിക്കോ. ഓണാവില്ലല്ലോ, സ്വിച്ചിട്ടുണ്ട്. റെഡിയായോ? ഏതാ വായിക്കാൻ പോകുന്നത്? എനിക്ക് വായിച്ചത് ഞങ്ങൾ കണ്ടുപിടിക്കാം. അല്ല, എനിക്കിതിന്റെ കീസ് എനിക്കിതൊക്കെ കീ ഒന്ന് ആദ്യം തപ്പിപ്പിടിച്ച് വരണം കേട്ടോ. അതിന് കുറച്ച് ടൈം എടുക്കും എന്തായാലും. അത് വെറുതെ വായിച്ചത്, അത് ഇതൊക്കെ ഞങ്ങള് ഫോണില് വെറുതെ ഇങ്ങനെ ഞങ്ങൾ ഈ ഫോണിൽ ഇതിങ്ങനെ വായിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ശ്രീനെ മൊത്തം വെച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വായിച്ചു തരും. ഞാൻ ട്രൈ ചെയ്യട്ടോ. എനിക്ക്
പരിചയമല്ലോ, എന്നാലും അവൾ ഇത്ര വായിച്ചില്ല. അപ്പൊ എന്തായാലും ഉറപ്പായി ഇതോടെ എന്തായാലും അവൾ എന്തായാലും പഠിക്കും. അത് കഴിഞ്ഞ് നമുക്ക് ഭാവിയിൽ ഇഷ്ടംപോലെ പാട്ടുകൾ ഓൾ എന്റെ കീബോർഡ് വായിച്ചിട്ട് ഓൾ എന്നെ പാട്ട് പാടുക. ഇതേപോലെ ഒരു 3 വർഷം മുന്നേ ഇതേപോലെ എന്റെ ഒരു ആഗ്രഹം ഇവരെല്ലാരും കൂടെ സാധിച്ചു തന്നിരുന്നു കേട്ടോ. ഒരു ഗിറ്റാർ എനിക്ക് മേടിച്ചു തന്നിരുന്നു. ഞാൻ ഇവിടെ പോയി പഠിച്ചിട്ടില്ല, പക്ഷെ ഞാൻ തന്നെ ചെറുതായിട്ട് സ്വയം പഠിച്ചു വെച്ചു. അതന്നെ നമ്മുടെ ചാനലിൽ പൊന്നുവലത്തുമ്പി പാട്ടൊക്കെ ഉണ്ട് കേട്ടോ. പോയി സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, നമ്മളെ പ്ലേലിസ്റ്റും ഉണ്ട്. അപ്പൊ ഗിഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെട്ടില്ലേ? ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എത്രയോ കാലങ്ങളായിട്ട് എന്റെ മറന്നുപോയ ഒരു ആഗ്രഹം കൂടിയായിരുന്നു കേട്ടോ ഇത്. ഞങ്ങള് പഠിക്കുന്നേ ഇവിടെ പഠിച്ചു ഞങ്ങള് വെല്ലം പോയിട്ട് ഞങ്ങളൊന്ന് പഠിക്കണം. ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഞങ്ങള് ശ്രീന്റെ ബർത്ത്ഡേ ഞങ്ങൾ വിചാരിച്ച കാര്യം കാര്യമില്ല. അവൾക്ക് ഇഷ്ടപ്പെട്ട കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ്. അവള് കുറെ കാലമായിട്ട് ആഗ്രഹിച്ചുള്ള ഒരു ഡ്രീം ആണെങ്കിൽ ഇപ്പൊ നമ്മൾ നടത്തി കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സാധനങ്ങൾ. ഈ സത്യം പറയാൻ എനിക്ക് ഏതാദ്യം നോക്കേണ്ടുള്ള കൺഫ്യൂഷൻ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി, പക്ഷെ അവിടെ ഒരുപാട് സാധനങ്ങൾ വേറെ ഉണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഒരുപാട് പേര് വിഷ് ചെയ്തിരുന്നു. ഇത്രയും വിഷുകൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ സ്പെഷ്യൽ ഡേക്ക് ഒരുപാട് പേര് വിഷ് ചെയ്യാറുണ്ട്. അപ്പൊ എല്ലാത്തിനും താങ്ക്സ്. അപ്പൊ ഇന്ന് നമ്മുടെ ശ്രീന്റെ ബർത്ത്ഡേന്റെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ വെച്ച് കാണാം. ബൈ.